ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, മീനിങ്, പേർപ്പസ് ആൻഡ് സോഷ്യൽ റെലവൻസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്നത് കുറ്റകൃത്യങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനും ഇവിടെ റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ന്യായം നടപ്പിൽ വരുത്തുന്നതിന് എല്ലാവർക്കും, രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും, പൗരന്മാർക്കും നീതി ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ മീനിങ് അഥവാ അർത്ഥം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്നത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും അവ തടയുന്നതിനും അന്വേഷണവും വിചാരണയും അതുപോലെ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങി നൽകുന്നതും നിയമപരമായിട്ട് അവരുടെ കുറ്റവാളികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമ സ്ഥാപന നടപടിക്രമങ്ങളുടെ ഒരു ചട്ടക്കൂടിനെയാണ് ഇന്ത്യയുടെ ക്രിമിനൽ ജുഡീഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യായ വ്യാപാര സംഘമായിട്ട് നമുക്ക് ഈ ജുഡീഷ്യൽ സിസ്റ്റത്തെ വിലയിരുത്താവുന്നതാണ്. അപ്പൊ ഇനി ഇതിന്റെ പേർപ്പസ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ് റൂൾ ഓഫ് ലോ. ഇവിടെ എല്ലാ ജനങ്ങൾക്കും നീതിയും നിയമത്തിന്റെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഒക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു സാഹചര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് കുറ്റകൃത്യങ്ങളെ പ്രിവെന്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ്. കുറ്റവാളികളെ കണ്ടെത്തുക, അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ നൽകുക, അതുവഴി കുറ്റകൃത്യങ്ങൾ തടയുകയും മറ്റു പൊതുജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക. കുറ്റവാളികളെ കൊണ്ടുള്ള ഭീഷണികളൊക്കെ ഇല്ലാതെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്തുക. ദെൻ സാമൂഹിക സുരക്ഷയും സമാധാനവും ഉറപ്പുവരുത്തുക. നമ്മൾ മുൻപ് പറഞ്ഞ പോയിന്റിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പോയിന്റാണ് സമൂഹത്തില് സുരക്ഷിതത്വവും അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും ഒക്കെ ഉറപ്പുവരുത്തുക. കുറ്റകൃത്യങ്ങൾ സമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്, അത് ഭയം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഇല്ലാതെ എല്ലാ പൗരന്മാർക്കും, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ജനതയ്ക്കൊക്കെ അവരുടെ വളരെ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ജീവിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളുടെ ഏറ്റവും ഉയർന്ന ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, കുറ്റവാളികൾക്ക് ഒരു പുനരധിവാസം നൽകപ്പെടേണ്ടതുണ്ട്. കുറ്റവാളികൾ അവരൊരു കൾപ്രിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒരു ക്രൈം അവര് ചെയ്തു, ക്രിമിനൽ ആണ് എന്നതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവർ സാധാരണ മനുഷ്യരാണ്. അവർക്ക് സാധാരണ മറ്റു ജനങ്ങളെ പോലെയൊക്കെ തന്നെ, പൗരന്മാരെ പോലെയൊക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ സമൂഹത്തിൽ അവര് ലേബൽ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരാൾ തീർച്ചയായിട്ടും ഒരു ലേബലിംഗ് അവിടെ നടക്കുന്നുണ്ട്. തിരികെ അയാൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു സ്വീകാര്യത ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും, വേണ്ട രീതിയിൽ തൊഴിൽ ലഭിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും, അവർക്ക് കുടുംബത്തിൽ പോലും സ്വീകാര്യത ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്തരം പശ്ചാത്തലത്തിലുള്ളവർക്ക് ഒരു പുനരധിവാസം, അവർക്ക് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൂടി നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി ഇവർക്ക് ഉള്ള അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതായത് കൾപ്രിറ്റ്സിനെ, കുറ്റവാളികൾക്കുള്ള അടിസ്ഥാന അവകാശങ്ങളുണ്ട്. അതെല്ലാം തന്നെ അവർക്ക് ഉറപ്പ് നൽകുക എന്നുള്ളത് കൂടി നമ്മുടെ ന്യായ വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. ഇനി നീതിയും നീതിമാന്മാരോടുള്ള വിശ്വാസവും ഒക്കെ ഉറപ്പുവരുത്തുക. അതായത് നമ്മുടെ കോടതികളിലും നമുക്ക് നീതി ലഭിക്കും, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയില് പൗരന്മാർക്ക് വിശ്വാസം ഉണ്ടാകണം. അതിന് കൃത്യമായിട്ട് നീതി നടപ്പിൽ വരണം. അപ്പം നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റും ആ ഇരയ്ക്ക് കൃത്യമായ നീതിയും ലഭിച്ചു എന്ന സാഹചര്യം ഉണ്ടെങ്കിലേ നമുക്ക്
നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ട സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്രയാണ് നമുക്ക് ഇതില് പേർപ്പസിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസിന്റെ ഒന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് പോലീസ് സിസ്റ്റം ആണ്. അതായത് അന്വേഷണങ്ങൾക്കും പ്രാഥമിക നടപടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് സുശക്തമായിട്ടുള്ള ഒരു പോലീസ് സിസ്റ്റം അത്യാവശ്യമാണ്. അത് ക്രമസമാധാന പാലനത്തിനുമൊക്കെ പോലീസ് സിസ്റ്റം വേണം. ദെൻ നിയമവ്യവസ്ഥയാണ്, അതായത് കോടതികളാണ് അല്ലെ, കോർട്ട് സിസ്റ്റം. നമുക്ക് കൃത്യമായിട്ടുള്ള ഹൈറാർക്കി ഉള്ള ഒരു കോഡ് സിസ്റ്റം ഉണ്ട്. ഇതിന്റെ ഹൈറാർക്കി ഒക്കെ നമുക്ക് വരും യൂണിറ്റിൽ നമ്മൾ അത് വിശദമായിട്ട് പഠിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു കോടതി സമുച്ചയം, ഒരു കോടതി സിസ്റ്റം, ഹൈറാർക്കിക്കൽ ഓർഡറിലുള്ള ഒരു കോടതി സിസ്റ്റം നമുക്ക് ഉണ്ട്. ഇനി പ്രോസിക്യൂഷൻ സംവിധാനമുണ്ട്. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ നമുക്ക് ഓരോ കേസിലും നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ ഒരു ജയിൽ വകുപ്പുണ്ട് അല്ലെ, പ്രിസൺസ് ഉണ്ട്. ഈ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെടുന്നവരെ, നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെടുന്നവരെ ശിക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം, തടവ് ശിക്ഷ നൽകുന്നതിനൊക്കെയുള്ള ഡെത്ത് പെനാൽറ്റി ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ട്. ഇനി നിയമങ്ങളുണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട്. IPC, ഇന്ത്യൻ പീനൽ കോഡ്, അതുപോലെ ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത BNS എന്ന് പറയുന്ന 2023 വന്നിട്ടുള്ള പുതുക്കിയ ഒരു സിസ്റ്റം അല്ലെ, ഇതൊക്കെ നമുക്ക് നിലവിലുണ്ട്. ഇനി എന്താണ് ഇതിന്റെ സാമൂഹിക പ്രസക്തി എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ റെലവൻസ്, സമൂഹത്തില് ന്യായം നിലനിർത്തുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹത്തില് എല്ലാ നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അപരാധികൾക്ക് കൃത്യമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ലഭിക്കേണ്ടതുണ്ട്. ഇനി സാമൂഹിക ഭദ്രതയും സുരക്ഷിതത്വവും ഒക്കെ ഓരോ പൗരന്റെയും അവകാശമാണ്. അത് കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലീഗൽ സിസ്റ്റവും അതുപോലെ തന്നെ കുറ്റവാളികൾക്ക് യഥാസമയത്ത് അവരെ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവണം. പൗരന്മാരുടെ അവകാശ സംരക്ഷണം കൃത്യമായിട്ട് നടക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ഒരു സോഷ്യൽ സെറ്റപ്പ്, ഒരു ലീഗൽ സെറ്റപ്പാണ് നമുക്ക് ആവശ്യം ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുനരധിവാസം കൃത്യമായിട്ട് നടപ്പിൽ വരുത്തണം. ഇനി ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന ചില ചലഞ്ചസ് ഉണ്ട് അല്ലെ. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് വ്യവസ്ഥയില് പൂർണ്ണ സംതൃപ്തരല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നീതി ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ വൈകിയ നീതിയിൽ ഇതൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അപ്പോ ഇത്തരം സാഹചര്യങ്ങളെ നമ്മുടെ ഈ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അനുഭവിക്കുന്ന ഒരു ചലഞ്ചാണ്. അപ്പൊ പ്രധാനപ്പെട്ട മറ്റു ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് വിചാരണ ലേറ്റ് ആവുന്നതാണ്, വൈകി പോകുന്ന വിചാരണ. ഇങ്ങനെ വിചാരണ തടവുകാരായിട്ട് വളരെയധികം വർഷങ്ങളോളം വിചാരണ തടവുകാരായിട്ട് ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഈ വിചാരണ തടവുകാരായിട്ട് കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ വിചാരണ വൈകുന്നത് ഒരു വലിയ അനീതിയാണ്. ഇനി പോലീസ് മിഷണറിയുടെ പ്രവർത്തനത്തിലുള്ള അപാകതകൾ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തടവുകാരുടെ അവകാശ ലംഘനങ്ങൾ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇനി അപര്യാപ്തമായിട്ടുള്ള നിയമ സംവിധാനം, അത്രയൊന്നും വളരെയധികം ഉള്ള ഒരു പ്രോബ്ലം അല്ല. നിയമങ്ങളെല്ലാം പര്യാപ്തമാണ്, പക്ഷെ അത് നടപ്പിൽ വരുത്തുന്നിടത്താണ് പ്രശ്നങ്ങൾ. എങ്കിലും നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയാം, നിയമത്തിന്റെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ ന്യായ സംവിധാനത്തിന്റെ ഒരു അപര്യാപ്തത എന്ന് പറയാം. അപ്പോൾ ഇനി പോലീസില് ഇത്തരം പ്രശ്നങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ചില റിഫോംസ് ഒക്കെ നടന്നിട്ടുണ്ട് പല കാലങ്ങളിലായിട്ട്. അപ്പോ നമുക്കിപ്പോ 2023 BNS ഒക്കെ വന്നത് തന്നെ ഇത്തരം ഒരു അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ്. അപ്പോ ഇന്ത്യൻ പീനൽ കോഡ് 1860 വന്നിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. IPCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ നിശ്ചയിച്ചിട്ട് അതിന് തക്കതായ ശിക്ഷകൾ നിർണയിക്കുക എന്നുള്ളത് തന്നെയാണ് IPCയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തില് നിയമാനുസൃതമായിട്ടുള്ള പെരുമാറ്റം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് IPC സുശക്തമായിട്ട് നിലകൊള്ളുന്നത്. എന്നാൽ IPCയില് മൊത്തം 511 സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത്. അതില് 1860 IPC നിലവിൽ വരുന്നത്. അപ്പൊ അതില് സെക്ഷൻ 1 മുതൽ 5 വരെയുള്ള ഭാഗം പൊതു വിശദീകരണങ്ങളാണ്, ജനറൽ ഡയറക്ഷൻസ് ആണ് അതിൽ ഉണ്ടായിരുന്നത്.
പിന്നീട് കുറ്റകൃത്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങള്, സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങള്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്നും പൊതുസമൂഹത്തിനെതിരെ, അതുപോലെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെയൊക്കെ IPC കൃത്യമായിട്ട് സെക്ഷനുകളുണ്ട്, തിരിച്ചിട്ടുണ്ട്. ഇനി എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് അത്തരം കുറ്റകൃത്യങ്ങൾ എന്നൊക്കെ വിശദമായിട്ട് പഠിച്ചിരുന്നു. ഇനി 2023 IPCക്ക് ബദലായിട്ട് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നു. അതിനെ നമ്മൾ ഷോർട്ടായിട്ട് BNS എന്നാണ് പറയുന്നത്. അപ്പൊ ഭാരതീയ ന്യായ സംഹിതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് IPCയെ ആധുനികവൽക്കരിക്കുക, IPCയിൽ ആധുനിക സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങുന്ന രീതിയിലേക്ക് IPCയെ ഒന്ന് ചെറിയ പരിവർത്തനങ്ങളൊക്കെ വരുത്തിയിട്ട് ആധുനിക കാലത്തേക്ക് ഇണങ്ങുന്ന രീതിയിലാക്കുക. അതാണ് ഉടച്ചു വാർത്തതാണ് BNS, ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം വേഗത്തിന് ന്യായം ലഭിക്കുക എന്നുള്ളത്, നീതി നടപ്പാക്കുക എന്നുള്ളതാണ്. അതിൽ ഡിജിറ്റൽ കുറ്റകൃത്യങ്ങളെ കൂടി സമഗ്രമായിട്ട് ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ IPS നമ്മൾ പറഞ്ഞല്ലോ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലെ, അല്ലെങ്കിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ക്രിമിനൽ ജസ്റ്റിസ് ലോ ആണ്. പക്ഷെ അന്ന് ഇല്ലാത്ത പല കുറ്റകൃത്യങ്ങളും ഇന്ന് വന്നിട്ടുണ്ട് അല്ലെ. അന്നൊന്നും ഈ ഡിജിറ്റൽ യുഗമല്ല, ഡിജിറ്റൽ ലോകം ഇത്രയൊന്നും വികാസം പ്രാപിച്ച കാലമല്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള കുറ്റകൃത്യങ്ങളും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. അപ്പൊ അന്നും അതൊന്നും നിയമത്തിന്റെ ഭാഗമായിരുന്നില്ല. എന്നാൽ 2023 ആധുനിക കാലത്തേക്ക് ഉതകുന്ന തരത്തില് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നു. അപ്പൊ ഇതിന്റെ സവിശേഷത, ഇതിൽ മൊത്തം 358 വകുപ്പുകളാണ്, സെക്ഷനുകളാണ് ഉള്ളത്. ഇത് IPSCയെ മാറ്റിയെടുത്തതാണ്. അപ്പോ ഇവിടെ നമുക്ക് ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾക്കും തദ്ദേശീയ കുറ്റകൃത്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുപോലെ സെഡിഷൻ കുറ്റങ്ങളൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ പോപ്പുലർ ആയിട്ടുള്ള കുറെ പുതിയ സെക്ഷനുകളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഉദാഹരണത്തിന് ക്ലോസുകൾ, 101 ക്ലോസ് കൊലപാതകത്തെ കുറിച്ചാണ്, അങ്ങനെ ഗുരുതരമായ കയ്യേറ്റം, അങ്ങനെ 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 പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളൊക്കെ ഇതിന്റെ ഒരു റീ അറേഞ്ച് ചെയ്തിട്ടാണ് BNS പറയുന്നത്. ഇനി ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് ആധുനിക കാലത്തേക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് BNSനെ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലെ പുതിയ കുറ്റകൃത്യങ്ങൾ കാലത്തിനൊത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ ന്യായ സംഹിത. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.